കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 പത്രോസ് 2 അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. അപ്പോൾ നമ്മളിൽ എന്തുണ്ടാകണം? നമ്മളിൽ എപ്പോഴും ദൈവസ്തുതികളുണ്ടാകണം. നമ്മൾ ദൈവത്തെ അനുദിനം സ്തുതിക്കണം. നമ്മളിലേക്ക് ചൊരിയുന്ന കരുണ ഓർത്ത് നമ്മൾ സ്തുതിക്കണം. ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകളെ ഓർത്ത് നമ്മൾ സ്തുതിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻ്റൊക്കെ പറ്റി എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വീടുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കിഡ്നി രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകം മക്കൾ ഇന്ന് രോഗത്തിനടിമയായിപ്പോയി. പിതാവേ, അവരുടെ രോഗത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണ മോചനം കൊടുക്കണമേ അപ്പച്ച. അപ്പാ പിതാവേ, പ്രാർത്ഥന യോജിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ പ്രാർത്ഥന കേൾക്കുകയും അതോടൊപ്പം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോട് നിൽക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തും. നമുക്കാവശ്യമുള്ളതെല്ലാം നമ്മുടെ സ്വർഗീയപ്പച്ചൻ തരും. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നമ്മൾ അന്യവരല്ല, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമുക്ക് അതിനെ ഓർത്ത് നന്ദി പറയാം. ഈ ലോകം മുഴുവനുമുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. വിശേഷാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ രാജകീയ വംശങ്ങളെ ദൈവം പ്രത്യേകമായി സ്നേഹിക്കുന്നു. ആ അവകാശബോധ്യത്തോട് നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കാം. ദൈവത്തെ അനുദിനം നമുക്ക് സ്തുതിക്കാം. ദൈവം തരുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും യേശുവിൻ്റെ പൊന്നോമന കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാ അയൽവാസികളെയും ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അങ്ങയുടെ കരുണയാൽ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവെ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, 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 ആമേൻ.